നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടികളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടും തങ്ങളെ പീഡനത്തിനിരയാക്കിയെന്ന് ആരോപിച്ചുകൊണ്ടും ചില സ്ത്രീകൾ രംഗത്ത് വന്നിരുന്നു. മണിയൻ പിള്ള രാജുവും ബാലചന്ദ്ര മേനോനും ജയസൂര്യയും ബാബുരാജും സിദ്ദിഖും മുകേഷും അടക്കമുള്ള നിരവധി ചലച്ചിത്ര പ്രവർത്തകർ ഇത്തരക്കാരുടെ ആരോപണത്തിന് വിധേയരായി. അവരൊക്കെ ജാമ്യമെടുത്തു. സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ അവരും അവരുടെ കുടുംബങ്ങളുമൊക്കെ എത്രത്തോളം അപമാനിക്കപ്പെടാമോ അത്രത്തോളം അപമാനിക്കപ്പെട്ടു. പക്ഷേ അതിനുശേഷം തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ഈ പരാതിക്കാർക്കാർക്കും പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് അറിയുന്നത്. അതായത് പൊതുഖജനാവിൽ നിന്ന് ഏകദേശം 1,86,00,000-ഓളം രൂപ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി ചെലവാക്കി എന്നതൊഴിച്ചാൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇവരുടെ ഈ വെളിപ്പെടുത്തലുകളിലൂടെ, അതായത് വായുവിലേക്ക് കല്ലെറിയുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലിലൂടെ നിരവധി കുടുംബങ്ങളാണ് തകർന്ന് തരിപ്പണമായത്. ചിലരൊക്കെ അതിൽ നിന്ന് കരകയറി വരുന്നുണ്ട് എന്നൊക്കെയാണ് അറിയുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, അന്ന് ബാലചന്ദ്ര മേനോനെതിരെയും മുകേഷിനെതിരെയും രംഗത്ത് വന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ നിരവധി വെളിപ്പെടുത്തലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. വളരെ മോശമായിട്ടുള്ള തരത്തിലുള്ള, ഒരിക്കൽ കൂടി ഓർക്കാൻ കഴിയാത്ത തരത്തിലുള്ള, മറ്റൊരാൾക്കും ഒരാൾക്ക്, അതായത് ആരോപണ വിധേയനായ വ്യക്തിക്കോ അയാളുടെ കുടുംബത്തിനോ താങ്ങാൻ കഴിയാത്ത തരത്തിൽ വൃത്തികെട്ട തരത്തിലുള്ള പരാമർശങ്ങളാണ് അവർ വളരെ അഭിമാനത്തോടുകൂടി സമൂഹ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും ഒക്കെ നടത്തിയത്. ചാനൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ പോലും അവതാരക അവരോട് പറഞ്ഞത്, നിങ്ങൾ മുഖം മറയ്ക്കൂ, കാരണം നമ്മുടെ നിയമം ഇങ്ങനെയാണ്. ഇര എന്നുള്ള ഒരു ചാപ്പ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇരയുടെ മുഖം പൊതുസമൂഹം കാണാൻ പാടില്ല എന്നാണ് നമ്മുടെ നാട്ടിലെ വയ്പ്. അതുപോലും അവരനുസരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. പിന്നെയും അവർ അഭിമാനത്തോടു കൂടി പറഞ്ഞത്, അവരെ ഉപയോഗിച്ച മുകേഷിനോട് 25,000 രൂപ കടം ചോദിച്ചിട്ട് അയാൾ കൊടുത്തില്ല എന്നൊക്കെ അവർ പറഞ്ഞു. പിന്നീട് അവർ സമൂഹ മാധ്യമങ്ങളിലിട്ട റീൽസൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എത്രമാത്രം സ്ത്രീകൾ ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു സ്ത്രീ കൂടിയാണ് അവർ. അതിനുശേഷം ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ അവരെ അറസ്റ്റ് ചെയ്തു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഇപ്പോൾ വരുന്ന പുതിയൊരു വാർത്ത, അതായത് ഇന്നലെ ഇവരുടെ അഭിഭാഷകനായ സംഗീത് ലൂയിസ് എന്നൊരു വ്യക്തിയെ കൊച്ചി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം ബാലചന്ദ്ര മേനോനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് അയാളുടെ മേലുള്ള കുറ്റം. അയാൾ ചില്ലറക്കാരനൊന്നുമല്ല. അയാൾ കുണ്ടറ സ്വദേശിയായ അയാളെ കാപ്പ പ്രകാരം പോലീസ് മുമ്പ് നാട് കടത്തിയിരുന്നതാണ്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അയാളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ പറയുന്നത്, മറ്റ് 3 നടികൾ കൂടി ബാലചന്ദ്ര മേനോനെതിരെ വെളിപ്പെടുത്തൽ നടത്താൻ സാധ്യതയുണ്ടെന്നുള്ള വിവരം അദ്ദേഹത്തെ അറിയിക്കാനാണ് ഫോൺ ചെയ്തത് എന്നാണ്. എന്നാൽ ബാലചന്ദ്ര മേനോൻ അന്ന് തന്നെ ഇവരൊക്കെ വിളിച്ച കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം ബാലചന്ദ്ര മേനോന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി പറഞ്ഞൊരു പ്രധാന പരാമർശമുണ്ട്. പുരുഷന്മാർക്കും അന്തസ്സുണ്ട് എന്നുള്ളൊരു പരാമർശത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു വെള്ളക്കടലാസിൽ എന്നെ പീഡിപ്പിച്ചേ എന്നൊരു പരാതി എഴുതി കൊടുത്താൽ അതോടെ തീരും ആ പുരുഷന്റെയും അവന്റെ കുടുംബത്തിന്റെയും ജീവിതം. എത്ര കുടുംബങ്ങളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം തകർന്നു തരിപ്പണമായത്. ഇവിടെ ഈ വെളിപ്പെടുത്തലുകളുമായി വന്ന നടിമാരൊക്കെ ഇപ്പോൾ എവിടെ പോയി? ആദ്യം വന്നൊരു നടി ഉണ്ടായിരുന്നു. അവർ 2 ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഒരു നടിയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഡൽഹിയൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തക, സാമൂഹ്യ പ്രവർത്തക എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അവരൊന്നും അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചും അതിനുശേഷം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചും ഒക്കെ അന്വേഷിക്കണമെന്നുള്ള ആവശ്യം സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിന്താശേഷിയുള്ള പലരും അന്നുന്നയിച്ചിരുന്നു. അതിനുശേഷം അവരുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ളതായ അവസ്ഥ. ഇപ്പം മീനു മുനീറിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അവരുടെ അഭിഭാഷകനെയാണ് അറസ്റ്റ് ചെയ്തത്. സ്ത്രീ എന്ന പരിഗണന നൽകിയാണ് ഒരുപക്ഷെ അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതായിരിക്കാം. പക്ഷേ ഈ ബാലചന്ദ്ര മേനോനും ജയസൂര്യയും മുകേഷ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ്. അത് രാഷ്ട്രീയപരമായിട്ടായിരുന്നാലും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലായിരുന്നാലും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് മുകേഷ്. എങ്കിൽ പോലും ഇത്തരമൊരു ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെയൊക്കെ കുടുംബം, ഈ വ്യക്തികൾ മാത്രമല്ല, ഇവരുടെ മക്കളും അവരുടെ മരുമക്കളും അവരുടെ ഭാര്യമാരും ഒക്കെ എന്തുമാത്രം, അവരുടെ സഹോദരിയും അമ്മയും ഒക്കെ എന്തുമാത്രം വിഷമതകളിലൂടെയാണ്, പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ്, മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും എന്താണ് ഈ വിഷയത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ളതെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇവരുടെയൊക്കെ ഒരു ആരോപണങ്ങളും അവരുടെ പ്രത്യാരോപണങ്ങളും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്ത, സംഗീത് ലൂയിസ് എന്ന മീനു മുനീറിൻ്റെ അഭിഭാഷകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ വേടനുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു.
ഈ വേടന്റെ നിങ്ങളെല്ലാവരും അത് അറിഞ്ഞതാണ്. ഒരു ഡോക്ടർ, അതും ഉപരിപഠനം PG ചെയ്യുന്ന ഒരു ഡോക്ടറെ അത് ഈ വേടനോടുള്ള ആരാധന മൂത്ത് അയാളുടെ ഫോൺ നമ്പർ കണ്ടെത്തി അയാളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അയാൾ ഇവരെ ബലമായി സെക്സ് ചെയ്യുകയും ചെയ്തു എന്നൊക്കെയാണ് ആ ഡോക്ടർ ആരോപിക്കുന്നത്. 85,000 രൂപ അയാൾക്ക് കാശായും പിന്നെ 8,000 രൂപയുടെ ട്രെയിൻ ടിക്കറ്റും ഒക്കെ എടുത്തു കൊടുത്തു എന്നൊക്കെ ആ സ്ത്രീ അവകാശപ്പെടുന്നുണ്ട്. അതും എത്രയോ വർഷങ്ങൾ, 2-3 വർഷം അവരെ തുടർച്ചയായി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത്. നോക്കൂ, എത്രമാത്രം മറ്റുള്ള ഒരാളുടെ ജീവിതം, അയാൾ എത്ര വൃത്തികെട്ടവനും ആയിക്കോട്ടെ, അല്ലെങ്കിൽ അയാൾ എത്ര ജീവിതത്തിൽ ഒരു സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്നവനും ആയിക്കോട്ടെ, അല്ലെങ്കിൽ അയാൾ ഒരു കുറ്റവാളി ആയിക്കോട്ടെ, എന്തിനാണ് ഇത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾ നിരന്തരം ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ മാത്രം കണക്ക് കൂട്ടി നോക്കിയാൽ, അതിനെ വിലയിരുത്തിയാൽ ഇതൊക്കെ വെറും വ്യാജ പ്രചാരണങ്ങളാണ് അല്ലെങ്കിൽ വ്യാജ പരാതിയാണെന്ന് നമുക്ക് ഉറപ്പുള്ള ഇത്തരം പരാതികൾ നിരന്തരം ഉയർന്നു വരുമ്പോഴും നമ്മുടെ നിയമ സംവിധാനം ഇതിനൊരു തടയിടാൻ തയ്യാറാകാത്തത് എന്നുള്ളതാണ് ഒരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം. അത് മാത്രമല്ല, ഈ കൊടുക്കുന്ന പരാതികൾ, ഇത്തരം പരാതികൾ പലതും പിന്നീട് ഒത്തുതീർപ്പാക്കി പോവുകയാണ് ചെയ്യുന്നത്. ഇത്തരക്കാർ ഉന്നയിക്കുന്ന പരാതി വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ കേസെടുക്കാനും അവരെ ശിക്ഷിക്കാനുമുള്ള ഒരു നിയമം കൊണ്ടുവരാത്തിടത്തോളം കാലം ഇത്തരം പരാതികൾ ഉയർന്നുകൊണ്ടേയിരിക്കും.